നടൻ സലീം കുമാറിന്റെ മരണവാർത്ത കേരളക്കര ഞെട്ടലോടെയാണ് കേട്ടത്. ഹാസ്യകഥാപാത്രങ്ങളിലൂടെ മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ചും ഗൗരവം നിറഞ്ഞ വേഷങ്ങളിലൂടെ കണ്ണീരണിയിക്കുകയും ചെയ്ത അതുല്യ പ്രതിഭയായിരുന്നു സലീം കുമാർ. ഇന്നലെ രാത്രി 10:43 അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുന്നത്. കരൾ സംബന്ധമായ അസുഖത്തിന് ഏറെക്കാലമായി ചികിത്സ തേടിയിരുന്നു. ഇന്നലെ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയവേ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. 1969 ഒക്ടോബർ 10 എറണാകുളം ജില്ലയിലെ ചിറ്റാറ്റുകരയിൽ ഗംഗാധരന്റെയും കൗസല്യയുടെയും മകനായി ജനിച്ച അദ്ദേഹം ഇന്ത്യൻ സിനിമയിലെ ശ്രദ്ധേയനായ നടനും ജീവിതത്തോട് തന്നെ പോരാടിയ ഒരു മനുഷ്യനുമാണ്. സലീം കുമാർ എന്ന പേര് കേൾക്കുമ്പോൾ പലർക്കുമുള്ള ഒരു സംശയമായിരിക്കും അദ്ദേഹം ഹിന്ദുവാണോ മുസ്ലിമാണോ എന്നത്. പല അഭിമുഖങ്ങളിലും അദ്ദേഹം ഈ ചോദ്യം നേരിടുകയും ചെയ്തിട്ടുണ്ട്. 5ാം ക്ലാസ് വരെ താനൊരു മുസ്ലിമായിരുന്നു എന്ന സലീം കുമാറിന്റെ വാക്കുകൾ അടുത്തിടെ വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു. ഒരു അഭിമുഖത്തിനിടയിലായിരുന്നു സലീം കുമാറിന്റെ ഈ തുറന്നു പറച്ചിൽ. സഹോദരൻ അയ്യപ്പന്റെ പോരാട്ടങ്ങൾ അന്നത്തെ ഈഴവ കുടുംബങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ജാതിപരമായിട്ടും വിപ്ലവാത്മകരമായിട്ടുമുള്ള പോരാട്ടങ്ങളിൽ ആകൃഷ്ടരായ അക്കാലത്തെ ചെറുപ്പക്കാർ അവരുടെ മക്കൾക്ക് ജാതി തിരിച്ചറിയാത്ത വിധം പേരുകൾ ഇടാൻ തുടങ്ങി. സലീം, നൌഷാദ്, ജലീൽ എന്നിങ്ങനെയുള്ള പേരുകൾ. കുമാർ എന്ന പേരിന് പിന്നിലും അദ്ദേഹത്തിന് പറയാനൊരു കഥയുണ്ടായിരുന്നു. തന്നെ ചിറ്റാറ്റുപുഴ LPSൽ ചേർക്കാനെത്തിയ അച്ഛനോട് സലീം എന്ന പേര് മുസ്ലിം പേരാണല്ലോ എന്നാണ് അധ്യാപകർ അന്ന് ചോദിച്ചത്. അച്ഛൻ അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. തുടർന്ന് കുമാർ എന്നുകൂടി ചേർത്താൽ അത് ശരിയാകുമെന്നും അധ്യാപകൻ പറഞ്ഞു. അങ്ങനെ 5ാം ക്ലാസ് വരെ മുസ്ലിമായിരുന്ന ഞാൻ 5ാം ക്ലാസ്സിന് ശേഷം വിശാല ഹിന്ദുവായി മാറി എന്നായിരുന്നു സലീം കുമാറിന്റെ വാക്കുകൾ. അതുപോലെ തന്നെ തന്റെ മൃതസംസ്കാരം സംബന്ധിച്ച് യാതൊരുവിധ മതപരമായ ചടങ്ങുകളും നടത്തരുത് എന്ന് സലീം കുമാർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വീട്ടുകാരോട് പറഞ്ഞിരുന്നു. കൂടാതെ മരണാനന്തരം തന്റെ അസ്ഥി പുഴയിൽ ഒഴുക്കേണ്ടതില്ല എന്നും അദ്ദേഹം തന്റെ ആഗ്രഹമായി കുടുംബാംഗങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ജീവിതത്തിലെന്ന പോലെ മരണത്തിലും സ്വന്തം നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ യാത്രയായിരിക്കുന്നത്. ശ്വാസതടസ്സം കടുത്തതിനെ തുടർന്നാണ് സലീം കുമാറിനെ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. തുടർന്ന് ന്യൂമോണിയയും രക്തത്തിലെ അണുബാധയും കടുത്തതോടെ വെന്റിലേറ്റർ, ആന്റിബയോട്ടിക്കുകൾ, ഡയാലിസിസ് അടക്കമുള്ള ജീവൻ രക്ഷാ മാർഗങ്ങൾ അദ്ദേഹത്തിന് നൽകിയിരുന്നു. എന്നാൽ ചികിത്സയിൽ കഴിയുന്നതിനിടയിൽ അപ്രതീക്ഷിതമായുണ്ടായ ഹൃദയാഘാതമാണ് അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിച്ചത്. തനിക്ക് ലിവർ സിറോസിസ് ബാധിച്ചത് അമിതമായ മദ്യപാനം കൊണ്ടല്ലെന്നും മറിച്ച് അത് പാരമ്പര്യമായി ലഭിച്ച ഒരു അസുഖമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കുകയും ഇതുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ തിരുത്തുകയും ചെയ്തിരുന്നു. രോഗാവസ്ഥയിലായ കാലയളവിൽ ശരിയായ ചികിത്സയ്ക്ക് പകരം ചില വ്യാജ ചികിത്സകൾ തേടേണ്ടി വന്നതിനെക്കുറിച്ചും അത് തന്റെ ആരോഗ്യനിലയെ എത്രത്തോളം വഷളാക്കി എന്നതിനെക്കുറിച്ചും താരം മുൻപ് പരസ്യമായി പ്രതികരിച്ചിരുന്നു.